ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് എംപ്ലോയീസിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാറെന്നുള്ളത്. സോ അത് എല്ലായിടത്തും കാണുന്നൊരു കാര്യമില്ല, എല്ലാ കമ്പനിയിലും കാണുന്നൊരു കാര്യമില്ല. പലപ്പോഴും പല കമ്പനികളിലും എംപ്ലോയീസിനെ വില കുറച്ച് കാണാറുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയീസിനെ അധികം വാല്യൂ കൊടുക്കാത്ത കമ്പനികളും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പല എക്സ്പീരിയൻസും പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് അതായത് ഇപ്പം എംപ്ലോയീസിൻ്റെ ഉമ്മമാർക്ക് ഒരു ഇൻകം കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടുവരാൻ എന്തായിരുന്നു ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവരെങ്ങനെ ചേർത്ത് പിടിക്കാൻ എന്തായിരുന്നു ഒരു കാരണം? ഞാൻ പല ബിസിനസ് നെറ്റ്വർക്കുകളിലും ഭാഗമാകാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ബിസിനസ്സുകാരായിട്ട് സംവദിക്കാറുണ്ട്. പലപ്പോഴും അല്ലെങ്കിൽ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ബിസിനസ്സിൽ നിങ്ങൾ ഇമോഷൻസ് കൊണ്ടുവരരുത്, നിങ്ങൾ എംപ്ലോയീസിനെ ഇമോഷണലി നിങ്ങൾ സമീപിക്കരുത്. ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ വിജയിച്ച വലിയ ബിസിനസ്സുകാരാണ്. പക്ഷെ എനിക്കതിനോട് എന്തോ ഒട്ടും യോജിക്കാൻ പറ്റണില്ല. നമ്മുടെ ബിസിനസ് കൊണ്ട് നമ്മുടെ കൂടെയുള്ള ജോലിക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റണില്ലെങ്കിൽ, അവരുടെ പ്രയാസങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് എല്ലാ എംപ്ലോയീസിൻ്റെയും എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ കണ്ടെത്താൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് കഴിയാവുന്ന കുറച്ച് ആളുകളുടെയെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷനെങ്കിലും വെച്ചിട്ട് നമുക്ക് പോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓൾ ദിസ് സ്ട്രഗിൾ, ഓൾ ദിസ് പെയിൻ ഓഫ് സെറ്റിംഗ് അപ്പ് ദ കമ്പനി? വാട്ട് ഈസ് ദ യൂസ്? So for me, I'm always saying this thing. For me, my employees are more important than my company. They are my company. എൻ്റെ ബിസിനസ് അൽമയാർ എന്ന് പറയുമ്പോൾ കുറേ ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, കുറേ സ്റ്റോക്കോ അല്ല. മൈ ബിസിനസ് ഇസ് മൈ പീപ്പിൾ, മൈ എംപ്ലോയീസ്. ദെൻ അബൌട്ട് ദി മദേഴ്സ്. ഏത് കുടുംബത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം വഹിക്കുന്നതെന്ന് പറയുന്നത് ഉമ്മയാണ്. അതൊരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം there is no existence without a mother or without a wife. And for the kids, മക്കൾ എന്ന് പറയുന്നത് ഉമ്മാൻ്റെ പെയിനാണ്, എല്ലാം ഉമ്മാരുടെ സാക്രിഫൈസാണ്. പക്ഷേ ഒരു 99% ഉമ്മമാർക്കും അവർ അർഹിക്കുന്ന റെസ്പെക്റ്റോ റെക്കഗ്നീഷനോ കിട്ടണില്ല എന്നുള്ളതാണ് സത്യം. മക്കൾ ജോലിക്ക് പോയി എല്ലാ മാസവും കൃത്യമായിട്ട് ഉപ്പമാർക്ക് ശമ്പളം അയച്ചു കൊടുക്കും. പക്ഷെ 99% ഉമ്മമാർക്കും അവർക്കൊരു ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് കൃത്യമായിട്ടൊരു പണം കിട്ടുന്നില്ല. അവർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി ഉമ്മമാരെ റെക്കഗ്നൈസ് ചെയ്യണം. അങ്ങനെ ഒരു കൾച്ചർ, ആ ഒരു ഫാമിലി, ആ ഒരു ഉമ്മമാരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കൾച്ചർ ബിൽഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഉമ്മമാർക്ക് സാലറി എന്നുള്ളൊരു സിസ്റ്റം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ വർഷമായിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ ചെയ്ത കുറേ ഗുഡ് പ്രാക്ടീസസ് ഞങ്ങളുടെ കമ്പനി ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് പറയാൻ പറ്റും, എനിക്ക് തോന്നുന്നു ഒരുപാട് ഉമ്മമാരുടെ പ്രാർത്ഥന കിട്ടുന്ന വ്യക്തിയും കൂടി. അതെ, തീർച്ചയായും. അങ്ങനൊരു ഞങ്ങൾ ചെയ്ത നല്ല പ്രാക്ടീസിൽ ഏറ്റവും നല്ല പ്രാക്ടീസുകളിൽ ഒന്നാണ് ഉമ്മമാർക്ക് കൊടുത്ത സാലറി എന്നുള്ളത്. എനിക്കറിയാം ഒരുപാട് ഉമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുണ്ട്. പിന്നെ ഉമ്മമാർക്ക് കിട്ടുന്ന വലിയ പൈസ ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്, പക്ഷേ കിട്ടുന്ന പൈസ എടുത്തു വെച്ചിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഉമ്മമാരെ പേഴ്സണലി എനിക്കറിയാം. അതുകൂടാതെ ഉംറക്ക് പോയ ഉമ്മമാരെ എനിക്കറിയാം. കഴിഞ്ഞ മാസം അങ്ങനെ ഒരു ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കള് ജോലി മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജോലി മാറാൻ സമ്മതിക്കാത്ത ഉമ്മമാരെ എനിക്കറിയാം. കാരണം ഉമ്മമാരുടെ ബേജാറെന്ന് പറയണത് ജോലി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി മുടങ്ങിയാണ്. അപ്പൊ അത് അനുവദിക്കാത്ത ഉമ്മമാരെ എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നോക്കിയിട്ടോ മറ്റൊന്നല്ല. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ദി ഹാപ്പിനെസ്, നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം.